ആലപ്പുഴയിലേക്ക് കൂടി പോകാം. ആലപ്പുഴയിൽ കടലാക്രമണത്തിന്റെ തീവ്രത കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കൂടിയോ അതോ കുറഞ്ഞോ എന്നറിയണം. ഇന്നലെ തിരയടിച്ച് വെള്ളം കയറിയ വീടുകളിൽ അവിടെയൊക്കെ കാര്യമായ നാശനഷ്ടം ഉണ്ടായത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഇപ്പോൾ വേലിയേറ്റ സമയമാണ്. ആർ ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ആർ ശ്രീജിത്ത്, ഇനിയും കടലാക്രമണത്തിനുള്ള ഒരു സാധ്യത ആലപ്പുഴയുടെ തീരമേഖലയിൽ നിലനിൽക്കുകയാണോ? അവിടെ കടൽഭിത്തി എന്ന ആവശ്യം, അത് അവിടെ ടെട്രാപോഡ് അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഒന്നും തന്നെ വരാത്തതിനെതിരെ വലിയ പ്രതിഷേധം രാഷ്ട്രീയ ഭേദമന്യേ ഉയരുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ. ആലപ്പുഴയുടെ ഇന്നത്തെ കാഴ്ച എന്താണ് ശ്രീജിത്ത്? സുജിയ, ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ വളഞ്ഞവഴിയിലാണ് ഉള്ളത്. വളഞ്ഞവഴി തീരത്താണ് ഇന്നലെ വലിയ കടലാക്രമണം ഉണ്ടായത്. അവിടെ ടെട്രാപോഡുകളും മറ്റും നിരത്തിയിട്ടുണ്ടെങ്കിലും അത് ശാസ്ത്രീയമായി നിരത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ടെട്രാപോഡുകളുടെ ഭിത്തി തകർന്ന് തിരയടിച്ച വലിയ തോതിൽ തീരത്തേക്ക് കയറുകയാണ്. ഇവിടെ പല വീടുകളും ഭീഷണിയിലാണ്. പല വീടുകളും ചരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇത്തരത്തിൽ ഒരു വലിയ അപകടം ഈ മേഖലയിൽ ഉണ്ടെങ്കിലും ഇവിടേക്ക് ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ടെട്രാപോഡുകൾ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് വാർത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് തീരത്ത് കാണാം. എന്നാൽ അത് ഈ ഏറ്റവും തിരയുടെ ആഘാതമുണ്ടാകുന്ന സ്ഥലത്ത് അടുക്കാനോ അത് ശാസ്ത്രീയമായിട്ട് അത് കടൽഭിത്തിയുടെ നിർമ്മാണം ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മാത്രമല്ല, ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം അവർ നേരിട്ടിട്ടും ഈ സ്ഥലത്തേക്കാരും വന്നില്ല എന്നുള്ള ആക്ഷേപമുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഈ ഒരു തീരദേശത്ത് താമസിക്കുന്ന ഒരു സഹോദരനുണ്ട്. എന്താണ് ചേട്ടാ ഇവിടെ സംഭവിച്ചത്? ഇന്ന് ആരെങ്കിലും വന്നോ ഇക്കാര്യത്തിൽ? ആരും വന്നില്ല. ഈ ഇന്നലെ ഇത്രയും ഒരു MLA മന്ത്രിയോ ആരും നേതാക്കന്മാരും തന്നെ വന്നില്ല ഇത് അന്വേഷിക്കാനായിട്ട്. 2-3 ചാനലുകാർ ഇങ്ങനെ വന്നു, അവർ വന്ന് ഇതെല്ലാം എടുത്തോണ്ട് പോയിട്ടുണ്ട്. അല്ലാതെ ആരും ഇത് എന്താണ്, ഞങ്ങൾക്ക് ഒരു കളക്ടറോ ഒരു ആരെങ്കിലും ഇതൊരു പരിഹാരം ഉണ്ടാക്കാം. എന്റെ വീടാണ്, അതിന്റെ പടിയറച്ച് ചെന്ന് നോക്കണം. ഇന്നലെ രാത്രി പറയാം ആ ഭിത്തി വരെ പോയിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യും? എങ്ങോട്ട് അടിയെന്ന് ഇടിച്ച് ഇതുപോലെ കടൽ ഇങ്ങോട്ട് വന്ന് ഇടിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വലിച്ച് തുറന്നുകൊണ്ട് പോകുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളെ സംരക്ഷിക്കാനായില്ല. ഞങ്ങൾ അന്നന്ന് കടലിൽ പോയി പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അല്ലാതെ ഞങ്ങൾക്ക് നിത്യവരവൊന്നുമില്ല. ഇന്ന് പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും, ചിലപ്പോൾ ഒരു ആഴ്ചയൊന്നും കാണത്തില്ല. ഇങ്ങനെ പട്ടിണിയും പരിവട്ടവും ആയിട്ട് കഴിയുന്ന വിഭാഗമാണ് ഞങ്ങൾ, ഈ മത്സ്യത്തൊഴിലാളികളെല്ലാവരും. ഞങ്ങൾ ഇവിടെ സുരക്ഷിതമായിട്ടൊരു വീടും 3 സെന്റ് സ്ഥലത്തിനുള്ള പൈസ തരണം. അത് തരത്തില്ല. 10 ലക്ഷം രൂപ തന്നാൽ ഇപ്പൊ ഹൈവേക്കൊക്കെ സ്ഥലം പോയതുകൊണ്ട് കിഴക്കോട്ട് ചെയ്യുന്ന സ്ഥലം ചോദിച്ചാൽ 4 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് ചോദിക്കും. അത് വെള്ളക്കുഴിയാണെങ്കിലും 3 ലക്ഷം രൂപ കൊടുക്കണം. ഈ 10 ലക്ഷം രൂപയ്ക്ക് 3 സെന്റ് സ്ഥലം കിട്ടും. പുനർഗേഹം പദ്ധതിയിൽ 10 ലക്ഷം രൂപയുള്ളൂ. അതെ, 10 ലക്ഷം കാശ് നമ്മുടെ കയ്യിലൊന്നും തരത്തില്ല അവര്. 6 ലക്ഷം രൂപ വസ്തുവിന്റെ ഉടമസ്ഥന് കൊടുക്കും. 4 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഇതുപോലെ ഒരു വീട് വെക്കണമെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണല്ലോ എത്ര ലക്ഷം രൂപ മുടക്കണം ഇതുപോലെ വീട് വെക്കണമെങ്കിൽ. സാമാന്യ ഒരു കണക്ക് കൂട്ടും, അത് കഴിയുക. ഇന്നലത്തെ അത്ര ഇല്ല, കുറവുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റം കൊണ്ടുവരികയാണ്. രാത്രി ആകുമ്പോ ഭയങ്കര ശക്തിയായ ഏറ്റം വരും. അപ്പൊ എന്തോ അത് അറിയാൻ ഒക്കത്തില്ല അതിന്റെ അവസ്ഥ. ഞങ്ങളൊക്കെ എങ്ങോട്ട് പോകണം? ഞങ്ങളുടെ ഉപജീവനമാർഗം കടലാണ് ഞങ്ങളുടെ ഉപജീവനമാർഗം. ഞങ്ങൾക്ക് കിഴക്ക് മല, പിന്നെ പാടശേഖരങ്ങളിലൊക്കെ പോയി സ്ഥലം മേടിച്ചാൽ അവിടെ നിന്ന് ഞങ്ങൾ പണിക്ക് വരുന്നത് എവിടെയാ? എന്ത് പണിക്ക് പോയി? ഞങ്ങൾക്ക് വേറെ തൊഴിലില്ല. ഈ ഒരു തൊഴിലാണ് പോകുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. എന്റെ വീട് വന്ന് നോക്കുക. സുജിയ, ഇപ്പൊ നമ്മളോട് സംസാരിച്ച ചേട്ടന്റെ വീടാണ് ഈ കാണുന്നത്. ഈ വീട്ടില് എന്റെ പുറകുവശം പൂർണ്ണമായും ഏതാണ്ട് കടലെടുത്ത് ഭിത്തി അടക്കം ഈ വെള്ളം കയറി നശിക്കുന്ന അവസ്ഥയിലാണ്. അവിടേക്കാണ് ഈ വലിയ തോതിൽ തിരയടിച്ച് കയറുന്നത്. ഇത്തരത്തിൽ വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി. ആളുകൾക്ക് ഭീഷണി, ജീവിക്കാൻ തന്നെ കഴിയാത്ത തരത്തിലുള്ള അപകടങ്ങൾ അവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒപ്പം അധികൃതരുടെ മുന്നിലേക്ക് ആ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ നടന്നു പോകുന്ന ആ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ശ്രീജിത്ത്. അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ടെട്രാപോഡ് അത് നമുക്ക് കാണാം. കടൽഭിത്തി ഉണ്ടാക്കിയിട്ട് അതിന് പുറത്തു വെക്കേണ്ടതാണ്. ഭിത്തി അവിടെ ഇല്ല. മാത്രമല്ല, അവിടെ സമീപ പ്രദേശങ്ങളിലുള്ള പറമ്പുകളിലും എല്ലാം ഇത് നിർമ്മിച്ചിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിർമ്മിക്കാനുള്ള സാമഗ്രികളുണ്ട്. പക്ഷേ പാവപ്പെട്ട മനുഷ്യന്റെ ആകെയുള്ള കിടപ്പാടവും കടൽ കൊണ്ടുപോയി കഴിഞ്ഞാലും ഈ കടൽ ഭിത്തി അവിടെ വരില്ല എന്നുള്ളൊരു സാഹചര്യം. നോക്കൂ, ആ വീട്ടുമുറ്റത്തൊക്കെ കിടക്കുന്ന സാധനം കടൽ കയറി വരാതിരിക്കാനായി കൃത്യമായി ഇടേണ്ടതാണ്. അത് അവിടെ ഇട്ടിട്ടില്ല ശ്രീജിത്ത്. അത് ആലപ്പുഴയുടെ മറ്റു ഭാഗങ്ങളിൽ, ഒറ്റമശ്ശേരി അടക്കമുള്ള ഭാഗങ്ങളിൽ ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. ഇവിടെയൊക്കെ നോക്കൂ, അത് വെറുതെ ഇങ്ങനെ കൂട്ടിയിടാനുള്ള സാധനമല്ലല്ലോ അത്. സുജിയ, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ചേട്ടന്റെ വീടിന്റെ പുറകുവശത്തുനിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ വീടിന്റെ അസ്ഥിവാരം അവിടെ അടക്കം
ഈ തിരയടിച്ചു കയറി അവിടെ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു 4 ടെട്രാപോഡുകൾ ഇപ്പോൾ നിരത്തിയിട്ടുണ്ട്. എന്നാൽ അതിന് മുന്നിലുള്ള ടെട്രാപോഡുകൾ കടന്നാണ് വെള്ളം ഇവിടേക്ക് അടിച്ചു കയറുന്നത്. ഇത്തരത്തിൽ ഈ മണ്ണിലെ വെള്ളവും അടിച്ചു കയറുമ്പോൾ ഈ വീടിന്റെ അടിയിലെ അസ്ഥിവാരത്തിലെ മണ്ണാണ് താഴേക്ക് ഒഴുകി ഇറങ്ങിപ്പോകുന്നത്. അതാണ് ഈ വീടിന് ഏറ്റവും തരത്തിൽ ഭീഷണിയായിരിക്കുന്നത്. വലിയ തോതിലുള്ള തിരമാലയാണ് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ തന്നെ വലിയ തോതിൽ ശക്തമായ തിരമാലകളാണ് ഇവിടേക്ക് അടിച്ചു കയറുന്നത്. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നലെയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് അത്ര തോതിൽ വലിയ തോതിലുള്ള ഒരു തിരമാല കാണുന്നില്ല. എന്നാൽ രാത്രിയാകുന്നതോടെ വേലിയേറ്റം ശക്തിപ്പെടുകയും തീരദേശവാസികളുടെ ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പറ്റും പറയുന്നത്. എന്നാൽ സർക്കാരോ അല്ലെങ്കിൽ മറ്റ് ജില്ലാ ഭരണകൂടമോ ഒന്നും ഈ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. കടൽഭിത്തി ബലപ്പെടുത്തുക, ടെട്രാപോഡുകൾ ശാസ്ത്രീയമായി ഇത് അടുക്കി അല്ലെങ്കിൽ മണൽത്തിട്ടകളും മറ്റും നിർമ്മിച്ച് അത്തരത്തിൽ ആളുകളുടെ തീരദേശവാസികളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഉള്ള ഇടപെടൽ, അത്തരത്തിലുള്ള ഇടപെടലുകളൊന്നും ഉണ്ടാകാത്തതാണ് ഈ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. അങ്ങ് തെക്ക് ആറാട്ടുപുഴ മുതൽ വടക്ക് അന്ധകാരനഴി, പള്ളിത്തോട് വരെയുള്ള അടക്കമുള്ള സ്ഥലങ്ങളിൽ, ചെല്ലാനം വരെയുള്ള സ്ഥലങ്ങളിൽ തീരപ്രദേശത്തൊക്കെ സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ചെല്ലാനത്തെ കടലാക്രമണം തടയാൻ സ്വീകരിച്ച പോലെയുള്ള ഒരു ഫലപ്രദമായ നടപടി തീരത്തുടനീളം വേണം എന്നാണ് ഇവിടുത്തെ തീരദേശവാസികളുടെ ആവശ്യം. അല്ലെങ്കിൽ തങ്ങളുടെ സ്വത്തും ജീവനും ദിനംപ്രതി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്.